ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉഷ ജനോം XLR DLX ഓട്ടോമാറ്റിക് സീവിങ് മെഷീൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് ഇതിൽ സ്റ്റിച്ചിങ് ഫങ്ഷൻസ് ഉണ്ട് ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് നോക്കാം. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് കിട്ടും. ഇത് ഒരു ജാപ്പനീസ് ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള മെഷീനാണ്. 2 ഇയർ വാറൻറ്റിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഈ കാണിക്കുന്നത് അതിൻ്റെ കളർ കോഡഡ് ഫങ്ഷണൽ ഡിസ്പ്ലേ ആണ്. ഇവിടെ വെച്ച ഇത് നോക്കിയാണ് നമുക്ക് സെലക്ട് ചെയ്ത് ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് നോക്കേണ്ടത്. ഇവിടെ 2 ബട്ടൺ ഉണ്ട്. ഇത് സ്റ്റിച്ച് സെലക്ടറും രണ്ടാമത്തത് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളതാണ്. ഈ രണ്ടാമത്തത് സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ഇത് നമുക്ക് ഫങ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഉള്ളൊരു ബട്ടണാണുള്ളത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു യെല്ലോ മാർക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതാണ് അതിൻ്റെ സ്റ്റിച്ചസ് യെല്ലോ കളറിൽ, മുകളിൽ ഉള്ളത് ബ്ലൂ കളറിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മുകളിലൊരു പോയിൻ്റ് കണ്ടില്ലേ, അവിടേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പം വെക്കുന്നത് മഞ്ഞ, അതായത് യെല്ലോ ഫങ്ഷനാണ് ആക്കുന്നത്. അത് നേരെ വെച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് വേണം സ്റ്റിച്ച് സെലക്ടറിൽ പോയിട്ട് സെലക്ട് ചെയ്യണം. ഞാൻ ഈ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുമ്പം ഏത് സ്റ്റിച്ചാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈയുടെ നേരെ താഴെ വരുന്ന യെല്ലോ സ്റ്റിച്ചായിരിക്കും വരുന്നത്, താഴത്തെ അതാണ് വരുന്നത്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല, വേറൊരു വീഡിയോയിൽ അതിനായിട്ട് കാണിക്കാം. അടുത്ത ഞാൻ ബി തിരിച്ച് ബി അല്ല എ വെച്ചു. എയിൽ യെല്ലോ വരുന്ന ആ സ്റ്റിച്ചായിരിക്കും നമ്മൾ തയ്ക്കുമ്പോൾ വരുന്നത്. പിന്നെ എപ്പോഴും ഇത് മാറ്റുമ്പോൾ ഫങ്ഷൻസ് മാറ്റുമ്പോൾ നീഡിൽ പൊക്കി വെച്ചിട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ നീഡിൽ ഒടിഞ്ഞു പോവാം, മെഷീന് കംപ്ലൈൻറ്റ് വരാം. പിന്നെ നമുക്ക് ഈ ത്രെഡ് ഇടാനുള്ള ഒരു ഐറ്റമൊക്കെ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് LED ലൈറ്റ് ഉണ്ട്. ഈ സൈഡിൽ ഇതുണ്ട്. ഇത് നമ്മുടെ സാധാരണ നോർമൽ ബേസിക് സ്വിങ് മെഷീൻ്റെ സൈഡിൽ നമുക്കൊരു വീല് പോലെ കാണത്തില്ലേ, അതിൽ സെയിം ഫങ്ഷനാണ് നമ്മുടെ സൂചി മേളിലേക്കും താഴോട്ടും ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മെറ്റൽ സ്പൂൾ പിൻസൊക്കെ ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് മെയിനായിട്ട് വരുന്നത്. ഇതെന്ന് പറയുന്നത് റിവേഴ്സ് ഫൂട്ടാണ്. അതായത് നമ്മൾ സാധാരണ മെഷീനിൽ നമ്മൾ തയ്ച്ചിട്ട് തിരിച്ചിടത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ പ്രസ് ചെയ്താൽ തിരിഞ്ഞ് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തോളും. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് വേറെ ഉണ്ട്. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ വേറെ ഇതിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കാർട്ടൺ. ഇതിൻ്റെ കാർട്ടണിൽ നമുക്ക് ചെറിയ കുറേ ഫങ്ഷൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. 21 സ്റ്റിച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഓരോന്നും സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതാണ് ആ ഒരു മെഷീൻ്റെ ത്രെഡ് ഇടുന്ന അതിൻ്റെയൊക്കെ വേറെ വീഡിയോയിൽ ചെയ്യാം. മെയിനായിട്ട് ഇതാണ് ഈ ഒരു മെഷീൻ്റെ ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു സെപ്പറേറ്റ് ഭാഗം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ഇതില്ലാതെയും യൂസ് ചെയ്യാം. നമുക്കിതിങ്ങനെ ഇതെടുക്കുമ്പോൾ നമുക്ക് കുറേ ആക്സസറീസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആക്സസറീസ് ആണുള്ളത്. പലതരത്തിലുള്ള ഫൂട്ടുണ്ട്. അതായത് 6 ആക്ക് ഫൂട്ടുണ്ട്, ബട്ടൺ ഹോളിനുള്ള ഫൂട്ട്, ബ്ലൈൻഡ് ഹെം ഫൂട്ടുണ്ട്, സിപ്പർ ഫൂട്ടുകളുണ്ട്, റൗണ്ട് ഹെമ്മർ ഫൂട്ട്, ബോബിൻസുകളുണ്ട്, പിന്നെ സീം റിപ്പർ, ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. നമുക്ക് ഇതിൽ തന്നെ വെക്കാം. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു കാറ്റലോഗാണ്. കാറ്റലോഗിൽ നമുക്ക് എന്തൊക്കെ ഫൂട്ടുകളുണ്ട്, അതിൻ്റെ പിക്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. പല ഇതുണ്ട്, ഡാർണിങ്, സീം ഫൂട്ട്, ഗ്യാതറിങ് ഫൂട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പുറത്തെ പേജിലും അതങ്ങനെ പലതരത്തിലുള്ള ഫൂട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോഴും അത് നല്ല രീതിയിൽ ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ കാറ്റലോഗ്. അടുത്തൊരു ഇൻസ്ട്രക്ഷൻ ബുക്കാണ്. ഈ ഇൻസ്ട്രക്ഷൻ ബുക്കിലും നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എങ്ങനെ നമ്മൾ ഈ മെഷീൻ നമ്മൾ സേഫായിട്ട് ഇത് വെക്കും, ഇതിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, എങ്ങനെയാണ് ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് നമ്മൾ തിരിച്ച് എങ്ങനെ വെക്കണം, ഇതിൻ്റെ ഇതെല്ലാം ഈ ഒരു ബുക്കിൽ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ട്. അപ്പം ഇതാണ് ഈ ഒരു മെഷീൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ശരി, ഓക്കെ.